ഹലോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടൊക്കെ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് സൺസ്ക്രീനാണ്. ഇതും ഞാനൊരു 3 മന്ത്സ് 4 മന്ത്സോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അത് ഞാൻ 2 ഫിംഗർ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് നല്ലോണം നമ്മുടെ നെക്കിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തങ്ങ് ആക്കണ്ട, സൺസ്ക്രീൻ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അതെല്ലാം നല്ലോണം 2 ഫിംഗർ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഇത് മൈഗ്ലാമിൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് വരുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഐ ഷാഡോയ്ക്ക് പകരമൊക്കെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് കുറച്ച് നല്ലൊരു ഒരു കളറൊക്കെ തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഐ ഷാഡോ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഞാൻ മിക്കവാറും സമയത്ത് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാജൽ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തുടക്കത്തിൽ നിന്ന് ഫില്ല് ചെയ്യാതെ നമ്മുടെ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വരച്ച് വെച്ചൊരു ഫീൽ നമുക്ക് വരും. പിന്നെ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടിടത്തും തേച്ചു. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കണ്ണെഴുതാനുള്ള പ്രോസസ്സാണ്. സോ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ NYBയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കണ്ണിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് താഴെ കുറച്ച് ഡാർക്കായിട്ടും പിന്നെ മുകളിലത്തെ ആ ഒരു വാട്ടർ ലൈൻ മുകളിലും താഴെയായിട്ട് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മസ്കാര മസ്റ്റാണ്. എപ്പോൾ നമ്മൾ കണ്ണെഴുതിയാലും മസ്കാര യൂസ് ചെയ്യുക. മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസ്കാര യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ഒരു തിളക്കമൊക്കെ വെച്ച പോലെ തോന്നാറുണ്ട് എനിക്ക് എപ്പോഴും. അപ്പോൾ എല്ലാവരും മസ്കാര ഒന്ന് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലഷാണ്. ബ്ലഷ് ഞാൻ പോസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അതും നല്ല അടിപൊളി ഒരു ബ്ലഷാണ്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ 2 ചീക്കിലും പിന്നെ നമ്മുടെ നോസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ലിപ്പ് ലൈനർ വെച്ച് നമ്മൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഡാർക്കർ കളറുള്ള ലിപ്പ് ലൈനറാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ താഴെയും മേളിലുമായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നമ്മുടെ ലിപ്പിനൊരു ഷേപ്പൊക്കെ വന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ കൂടുതലും ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലിപ്പ് ലൈനേഴ്സ് ഒന്ന് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ 2 ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് നൈക്കയുടെ ആണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തേച്ചത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ NYBയുടെ തന്നെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ്. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 ഭാഗത്തൊരു ഹൈലൈറ്റർ. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ട്രോപ്പ് ക്രീമിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും അപ്ലൈ ചെയ്താലും ഒരു വലിയൊരു തിളക്കം, ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാനത് അല്ലാതെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ചില സമയത്തൊക്കെ ഫൗണ്ടേഷൻ്റെ കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അല്ലാതെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞ് കമ്മലും പിന്നെ ഒരു മാല ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതുവരെ അപ്ലൈ ചെയ്തതെല്ലാം സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.